പ്രിയമുള്ള 10ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ള ചോദ്യം. ആ ചോദ്യം വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ എൻ്റെ ഈ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം. എങ്ങനെയാണ് അത് എളുപ്പമാവുക? ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ വോർ എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്ത് 2 ഡയലോഗ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലെ ട്രെയിനിൽ വെച്ച് നടക്കുന്ന സംഭാഷണമായിട്ട് നിങ്ങൾക്ക് അതിനെ കാണാം. ഒരു ഡയലോഗ് ആ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു പാസഞ്ചറിന്റെയും, അടുത്ത ഡയലോഗ് ആ ട്രെയിനിലേക്ക് കയറിയ കപ്പിൾസിലെ ഒരാളായിട്ടുള്ള മാൻ്റെയുമാണ്. ആദ്യത്തെ ഡയലോഗ് ഈ പങ്ക്ച്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ഡയലോഗ് ഒരു ഫുൾ സ്റ്റോപ്പ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതൊരു മറുപടിയാണ്. ഈ 2 ഡയലോഗുകളും റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനായിട്ട് എളുപ്പത്തിൽ എങ്ങനെ സാധിക്കും? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ചില സ്റ്റെപ്പുകൾ ബൈഹർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ തന്നിരിക്കുന്ന വേർ ആർ യു ഗോയിങ് എന്നുള്ള ക്വസ്റ്റ്യനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണമെങ്കിൽ നമ്പർ 1 സ്റ്റെപ്പ്, ആര് ആരോട് ചോദിച്ചു, ഹൂ ആസ്ക്ഡ് ഹും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് പ്രകാരം നമുക്ക് ഈ ഒന്നാമത്തെ ഡയലോഗിനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും ദ പാസഞ്ചർ ആസ്ക്ഡ് ദ മാൻ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാം ദ പാസഞ്ചർ ആസ്ക്ഡ് ദ മാൻ. നേരെയാണ് എഴുതേണ്ടത്, സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അടിയിൽ എഴുതിയതാണ്. അപ്പൊ ഈ ആദ്യത്തെ സ്റ്റെപ്പ് ഞാനിവിടെ എഴുതി. ആദ്യത്തെ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് സ്പീച്ചിലേക്ക് ആക്കാൻ? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കാൻ. രണ്ടാമത് നിങ്ങൾ ഓർത്തു വെക്കേണ്ട സ്റ്റെപ്പ്, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലെ എന്ത് വേർഡാണ്? ക്വസ്റ്റ്യൻ വേർഡാണ്. ക്വസ്റ്റ്യൻ വേർഡ് ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അതെടുത്ത് എഴുതുക വേർ. മൂന്നാമത്തെ സ്റ്റെപ്പ്, ആ ചോദ്യത്തിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള യുവിനെ ഹി അല്ലെങ്കിൽ ഷീ ആക്കി മാറ്റുക. നിങ്ങൾക്കറിയാം മേനോടാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യത്തിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള യുവിനെ നിങ്ങൾക്ക് എന്താക്കി മാറ്റേണ്ടി വരും? ഹി എന്നാക്കി മാറ്റേണ്ടി വരും. അപ്പൊ നമ്മള് ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഹൂ ആസ്ക്ഡ് ഹും, രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ വേർഡ്, മൂന്നാമത്തെ സ്റ്റെപ്പ് ആ ക്വസ്റ്റ്യനിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള യുവിനെ ഹി അല്ലെങ്കിൽ ഷീ. നമ്മൾ ചോദിച്ചത് മേനോടായതുകൊണ്ട് നമ്മളത് ഹി എന്നെഴുതി. അവിടെ ഒരു വുമൺ ആയിരുന്നെങ്കിൽ അത് ഷീ എന്നാവും. നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ആ സംശയങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. കൃത്യമായ മറുപടിയും ഉദാഹരണങ്ങളും നിങ്ങൾക്ക് കിട്ടും. നാലാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഈ ചോദ്യത്തിലെ വേർബിനെ നിങ്ങൾ എന്ത് ടെൻസിലേക്ക് മാറ്റണം? പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അതെങ്ങനെയാണ് വേർബ് തിരിച്ചറിയുക? മിക്കവാറും കുട്ടികൾക്ക് അത് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഈ കാണുന്ന യുവിന് അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ആർ ഗോയിങ് ആണ് ഇതിലെ വേർബ്. ആർ ഗോയിങ് എന്നുള്ളത് എങ്ങനെ പാസ്റ്റ് ആക്കും? സ്വാഭാവികമാണ്. ആർ ഗോയിങ്ങിനെ പാസ്റ്റ് ആക്കുമ്പോൾ നമുക്ക് വേർ ഗോയിങ് എന്നാണ് കിട്ടുക. പക്ഷേ ഇവിടെ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് ഈ വേറ് നമ്മൾ എന്താക്കേണ്ട വരും? വോസ് എന്നാക്കേണ്ട വരും. കാരണം എപ്പോഴും സബ്ജക്റ്റും വെർബും എഗ്രി ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ വോസ് ഗോയിങ് എന്ന് എഴുതും. ഇപ്പൊ സ്റ്റെപ്പ് എത്ര കഴിഞ്ഞു നോക്കൂ. ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ ചേർത്തിരുന്നു, 4 സ്റ്റെപ്പ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 5ാമത്തെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ മാർക്കിനെ മാറ്റി ഫുൾ സ്റ്റോപ്പ് ആക്കുക. ഇതെങ്ങനെയാണ് ഒരു ചോദ്യം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ്മെന്റ് ആയി മാറും. അപ്പൊ അതുകൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് കൂടെ ഇട്ടാൽ നിങ്ങളുടെ ഉത്തരം ശരി. സോ ഇതാണ് ഒരു ചോദ്യത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്റ്റെപ്പുകൾ. ഇനി നമുക്ക് അതിലെ മറുപടി ഒന്ന് നോക്കാം. ഈ മറുപടി ഒന്ന് നോക്കൂ നിങ്ങൾ. എന്താണ് മേൻ പറഞ്ഞ മറുപടി? മേൻ പറഞ്ഞ മറുപടി ഐ ആം ഗോയിങ് ടു സൽമോണ എന്നാണ്. അപ്പൊ അതിനും നമുക്ക്
ചില സ്റ്റെപ്പുകളൊക്കെ ഉപയോഗിക്കാം. ആ സ്റ്റെപ്പുകൾ ഒന്നാമത് ഹൂ റിപ്ലൈഡ് എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് എഴുതേണ്ടത്. ആരാണ് റിപ്ലൈ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം, മേനാണ്. അപ്പൊ ഒരു ദാ ചേർക്കൂ, ദ മാൻ റിപ്ലൈഡ് എന്ന് ചേർക്കാം എന്ന് എഴുതാം. സ്റ്റെപ്പ് 1 ഈ സ്റ്റെപ്പ് പ്രകാരം മാഷ് എഴുതി ബി ദ മാൻ റിപ്ലൈഡ്. രണ്ടാമത് നമുക്ക് വേണ്ടത് ഒരു ദാറ്റ് ചേർക്കണം. മറുപടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചേർക്കണം? ഒരു ദാറ്റ് റിപ്പോർട്ട് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ ചേർക്കേണ്ടതുണ്ട്. മറുപടിയിൽ മാത്രമേ നമുക്ക് ദാറ്റ് ചേർക്കേണ്ടതുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ദാറ്റ് ചേർക്കാം, ക്വസ്റ്റ്യനിൽ ചേർക്കേണ്ടതില്ല. 3, നമുക്കിനി നേരെ ഈ വാചകത്തിലേക്ക് മറുപടിയിലേക്ക് കിടക്കാം. അതിൽ ഐ എന്നുള്ള സബ്ജക്റ്റ് വേണം. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ യുവിനെ മാറ്റിയ പോലെ അത് ഹിയോ ഷിയോ ആക്കി മാറ്റണം. ഐ എന്ന് പറഞ്ഞത് മാൻ തന്നെയാണ്. അപ്പൊ നമുക്കത് ഹി എന്ന് എഴുതാം. അപ്പൊ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. എപ്പോഴും 4ാമത്തെ സ്റ്റെപ്പാണ് വെർബ് വരിക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെർബിനെ നമുക്ക് എന്താക്കണം? പാസ്റ്റ് ആക്കി മാറ്റേണ്ടതുണ്ട്. ഇതിലെ വേർബാണെന്ത്? ആം ഗോയിങ്. നമ്മൾ നേരത്തെ എന്താണ് ആക്കി മാറ്റിയത്? വോസ് ഗോയിങ്. അപ്പൊ പാസ്റ്റായി. അപ്പൊ ആം ഗോയിങ് എന്നുള്ളത് വോസ് ഗോയിങ് എന്ന് ആക്കി മാറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ടു സൽമോണിന്റെ അതും കൂടെ അതിൽ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ആ മറുപടി പൂർണ്ണമായും നമ്മുടെ എന്ത് സ്പീച്ചിലേക്ക് മാറി? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറി. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഇതിൽ 2 തരം വാചകങ്ങളെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യവും മറുപടിയും. ഇനി എന്തൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചോദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോ എന്ത് മാറ്റം വരും? അതുപോലെ നമുക്ക് ഇംപെരറ്റീവ് സെന്റൻസ്, അപേക്ഷകൾ, റിക്വസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം? ഇതേപോലെ എളുപ്പത്തിൽ അപൂർവമായിട്ട് ആശ്ചര്യവാചകങ്ങൾ ഉണ്ടല്ലോ, എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ഇതൊക്കെ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാം? അതൊക്കെ അപൂർവമായിട്ട് റയറായിട്ടാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അക്കാര്യം ഇനി നിങ്ങൾക്ക് ഇതിലറിയാത്ത ഒരു കാര്യം, ഇതിലെ വേർബ് എപ്പോഴും ഞാൻ പറഞ്ഞു വേർബ് പാസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ ചില എക്സ്പ്ലനേഷനുകൾ തരേണ്ടതുണ്ട്. ഒന്ന്, കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ V1 വന്നാൽ നമ്മൾ എന്താക്കേണ്ടതുണ്ട്? V2 ആക്കണം എന്നാണ് റൂൾ. അപ്പോൾ V2 വന്നാലോ, എന്നുവെച്ചാൽ പാസ്റ്റ് വന്നാലോ? അപ്പൊ നമ്മൾ എന്ത് പ്ലസ് V3 ആക്കണം? ഹാഡ് പ്ലസ് V3 ആക്കണം. തന്നിരിക്കുന്ന വാചകത്തില് വേർബ് ഫ്യൂച്ചറിലാണെങ്കിലോ, അഥവാ വിൽ പ്ലസ് V1 ഈ വില്ലിനെ നമ്മൾ വുഡ് എന്ന് ആക്കി മാറ്റണം. V1 ഒരു മാറ്റവും വരില്ല. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഗോ എന്നാണ് വരുന്നു എന്ന് കരുതാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ V2 ആക്കുക? വെന്റ് എന്നാക്കി മാറ്റും. അപ്പൊ ഞാൻ V2 എന്ന് എഴുതിയത് ഇവിടെ എഴുതാണ് വെന്റ് ആണോ വന്നത് എന്ന് കരുതാം. തന്നിരിക്കുന്ന വാചകത്തിൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റേണ്ട വാചകത്തിൽ. അപ്പൊ അത് ഇവിടെ എഴുതിയ പോലെ ഹാഡ് പ്ലസ് V3 എങ്ങനെയാക്കുക? ഹാഡ് ഗോൺ എന്നാക്കും. ഇനി ഇവിടെ വിൽ പ്ലസ് വന്നാൽ V1 വന്നാൽ വുഡ് പ്ലസ് V1 ആക്കണം എന്ന് പറഞ്ഞത് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഉദാഹരണമായിട്ട് വിൽ ഗോ എന്നാണ് വന്നിരിക്കുന്നത് എന്ന് കരുതാം. അപ്പൊ അത് വുഡ് ഗോ എന്നായി മാറും. അപ്പോൾ എന്റെ ചില ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഗോസ് എന്നാണോ വന്നിരുന്നത് എന്ന് കരുതാം, എന്താക്കി മാറ്റും. അതുപോലെ വോസ് എന്ന് വന്നാൽ എന്താക്കി മാറ്റും, അല്ലെങ്കിൽ വേർ എന്ന് വന്നാൽ എന്താക്കി മാറ്റും. അവസാനത്തെ ചോദ്യം, ഈ വില്ല് ഗോ എന്നുള്ള പകരം വുഡ് ഗോ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എന്താക്കി മാറ്റും? ഇതൊക്കെ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ എനിക്ക് അയച്ച് തരിക.